അസ്സലാമലൈക്കും ഗൈസ്, നമ്മൾ പോകാൻ പോകുന്നത് പാറപ്പള്ളിയിലേക്കാണ്. പാറപ്പള്ളിൻ്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാം. ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് കൊയിലാണ്ടിക്കൊല്ലത്തുള്ള പാറപ്പള്ളിയിലാണ് കേട്ടോ. പാറപ്പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പാറപ്പുറത്തുള്ള കുറേ പള്ളികൾ നിൽക്കുന്നതും ഇല്ലെങ്കിൽ പാറപ്പുറത്ത് നിർമ്മിച്ച പള്ളി ആയതുകൊണ്ടാണ് കൊയിലാണ്ടി പാറപ്പള്ളി എന്ന് അറിയപ്പെടുന്നത്. ഇത് കൊല്ലം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറപ്പള്ളിയിലെത്തും. അപ്പോൾ പാറപ്പള്ളീൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറപ്പുറത്തുള്ള പള്ളി ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടൽ കാണാൻ പറ്റും. ഇത് ആദം നബിയുടെ കാൽപാദം പതിഞ്ഞ ഈ പള്ളിയുടെ മുൻപിലാണ് ആദം നബിയുടെ കാൽപാദം പതിഞ്ഞ ഈ സ്ഥലമുള്ളത് എന്ന് പണ്ട് കാലം തൊട്ടേ അറിയപ്പെടുന്നുണ്ട്. അപ്പം ഈ പള്ളിൻ്റെ തൊട്ട മുൻവശത്താണ് ആദം നബിൻ്റെ കാൽപാദം പതിഞ്ഞതായിട്ടുള്ള ഒരു പാറപ്പുറത്തായിരുന്നു. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ കടലിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. കടലിൻ്റെ ഒരു അൾട്ടിമേറ്റ് വ്യൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ആ കടലിൻ്റെ വ്യൂ നല്ല അട്രാക്ഷനോട് കൂടെ കടലിൻ്റെ തിര അടിക്കുന്നതും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരപ്പുറ സൈഡിൽ തിരയില്ലാത്ത കടപ്പുറം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ കടപ്പുറത്തെ വ്യൂ ഇവിടുന്ന് കല്ലുമുക്കായൊക്കെ പറിച്ച് കടുക്ക കല്ലുമുക്കായ എന്നൊക്കെ പറഞ്ഞ് കടുക്കൊക്കെ പറിച്ച് കൊണ്ടുപോകുന്നുണ്ട് ചില ആൾക്കാരൊക്കെ. ചില സമയത്തൊക്കെ കടുക്കുള്ള സമയത്തൊക്കെ ഇപ്പോൾ കടുക്കൻ്റെ സീസണൊക്കെ ആണ്. അപ്പോൾ കടുക്കൊക്കെ പറിച്ച് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നേരോ താഴെ പാറകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് കാണുന്നൊരു സംഭവം കേട്ടോ. ഏകദേശം പള്ളിക്കടുത്ത് കാണുന്ന സമയത്ത് ഭയങ്കര അട്രാക്ഷനും അല്ലെങ്കിൽ ആ കടലിൻ്റെ ഒരു വൈബും കിട്ടുന്ന, ഇവിടെ വന്ന് കുത്തിൻ്റെ വിശ്രമിക്കാനും കുത്തിനൊക്കെ നിൽക്കുന്ന കുറേ ആളുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും ചെറുങ്ങനെ. പക്ഷെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിങ്ങനെ ആളില്ല. പിന്നെ വൈകിട്ടെല്ലാം ചില ഒരുപാട് ആൾക്കാർ വിശ്രമിക്കാനും. നമ്മൾ ഇതുവഴി വരുന്നേരോ എന്നാ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഈ ഒരു സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വിശ്വാസികളായ ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ കുളിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. ഇവിടെ വരുന്ന ആൾക്കാർ മദ്യപാനം, ലഹരി ഉപയോഗം, അനാശ്വാസം ഒന്നും തന്നെ അനുവദിക്കുന്നതല്ല എന്നുള്ള. അപ്പോൾ ഒരുപാട് കപ്പിൾസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് കുത്തിന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു ബോർഡും കാര്യമല്ലോ. പിന്നെ ഇവിടുന്ന് കുളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഔലിയ വെള്ളം വന്നിട്ടുള്ളൊരു പാറയായിരുന്നു. പിന്നീടത് ഇത് കിണറായിട്ട് മാറ്റിയിട്ട് എന്നാണല്ലോ തോന്നുന്നത്. ഇവിടെ ഇതുവരെ വറ്റാത്തൊരു കിണർ എന്നുള്ള രീതിയിൽ ഇവിടെ വെള്ളം, ഇതിൽ നിന്നുള്ള വെള്ളം ഒരുപാട് ആൾക്കാർ കുടിക്കാൻ എടുത്തുകൊണ്ടുപോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇസ്ലാമിക വിശ്വാസികൾക്കും ഇസ്ലാമിൻ്റെ ചര്യ പിൻപറ്റി ജീവിക്കുന്നവർക്കും മാത്രമേ, അല്ലാത്ത ഒരാളോടും ഇതിനെതിരെ എന്നെ പറയുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ യുദ്ധത്തിൽപ്പെട്ട് ഷഹീദായിട്ട് വന്ന ഒരു സ്ത്രീയുടെ ഖബറാണത്. അത് അവിടെ തന്നെ ഈ കടലിൽ വന്ന് അടിഞ്ഞിട്ട് അവിടെ തന്നെ വന്നിട്ട് അവിടെ തന്നെ മറമാടിയാണെന്നാണ് പറയുന്നിട്ട്. അതൊരു കുട നിവർത്തി വെച്ച പോലെ അല്ലെങ്കിൽ ഒരു കല്ല് തടഞ്ഞു നിൽക്കുന്ന പോലെ കാണുന്നുണ്ട്. ഒരു മീസാൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അവിടെ ഒരു കബറാണ്, ഒരു സ്ത്രീയുടെ കബറാണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഇത്രയും വെള്ളം അടിച്ച് കയറിയിട്ട് അതിൻ്റെ മുകളിലേക്കൊരു വെള്ളം പോലും ഇത്ര കാലമായിട്ട് വന്നിട്ടില്ല. അത് ആ കല്ലിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് അവിടെ തന്നെ മറമാടി എന്നാണ് പറയുന്നത് കേട്ടോ. കാണാൻ പറ്റും കേട്ടോ. എന്നാലും അവിടെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ പഠിച്ചത്. അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പാറപ്പള്ളി ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ് കേട്ടോ. മാലിക് ദിനാർ 12 ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ മരണപ്പെട്ട് ഇവിടെ 12ഓളം കബറുകൾ മേലെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൊല്ലത്തുനിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് പാറപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ മുകളിൽ ഒരുപാട് പള്ളികളുണ്ട്. 7ഓളം പള്ളികൾ ഇതിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ 4 മാത്രമേ ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഓപ്പൺ ആയിട്ടുള്ളതും. അത് ചിലതൊക്കെ പുതുക്കിപ്പണിതാണോ. ശരിക്കും പന്തലാനി എന്നാണ് മുൻകാലത്ത് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഫന്തരായിന അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ പന്താരണി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അറേബ്യൻ കപ്പൽ കുറേ
ഇവിടെ നിന്നാണ് വാണിജ്യ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് നങ്കൂരമിട്ടതും പിന്നെ പുറം രാജ്യങ്ങളിലൊക്കെ പോയി എന്ന് പറയുന്നത് ഈ കടപ്പുറത്ത് നിന്നാണ്. ഇതിൻ്റെ മുകളിൽ മാലിക് ദിനാറിൽപ്പെട്ട ഏകദേശം 12ഓളം ആളുകളുടെ ഖബറുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടുത്തെ ഉള്ളിലെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ബദ്രീങ്ങളിൽപ്പെട്ട തമീമുൽ അൻസാരിയുടെ അറിയപ്പെടുന്ന ഒരു ഖബറാണ് സ്ഥിതി ചെയ്യുന്നത്. 1343 ജനുവരി 1-ാം തീയതി പന്തലാനി സന്ദർശിച്ച 14-ാം നൂറ്റാണ്ടിലെ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത അഭിപ്രായം ഇവിടുത്തെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഖബർസ്ഥാനിൻ്റെ ഒക്കെ നീളം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നറിയില്ല, പിൽക്കാലത്ത് കെട്ടിപ്പൊക്കിയതായിരിക്കും. പിന്നെ മാലിക് ദിനാറിൽപ്പെട്ട ഏകദേശം 12ഓളം ഖബറുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ താഴെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആദം നബിയുടെ കാൽപാദം പതിഞ്ഞ ഒരു പള്ളി എന്ന് അറിയപ്പെടുന്നത്. ഈ പള്ളിയുടെ പിന്നെ പുറത്ത് ഉള്ള ഒരു കല്ലായിരുന്നു. ആ കല്ല് പിന്നീടത് പള്ളി പുതുക്കി പണിതപ്പോൾ പുതുതായിട്ടൊരു പള്ളി പണിതപ്പോൾ പിന്നെ അവിടെ ചെറിയൊരു പള്ളിയായിരുന്നുള്ളത്. ആ പള്ളി പുതുക്കി പണിതപ്പോൾ പിന്നീടത് പള്ളിൻ്റെ ഉള്ളിലേക്ക് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശ്വാസികളായ ആളുകളൊക്കെ ഇവിടെ നിന്ന് ഈ കിണറിന്ന് വെള്ളം എടുത്ത് പിന്നെ വലിയ വലിയ കുപ്പികളിലും ഇല്ലെങ്കിൽ പിന്നെ ക്യാനുകളിലൊക്കെ വെള്ളം എടുത്ത് കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അവരുടെ ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് ഓരോരുത്തരുടെ പിന്നെ നമ്മൾ സംസം വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവരുന്ന പോലെ ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് ഇതുവരെയും വറ്റാത്തൊരു കിണറാണിത്. അതുപോലെ ഔലിയ വെള്ളം എന്നറിയപ്പെടുന്നത് കൊയിലാണ്ടി പാറപ്പള്ളി. അതായത് ഈ പള്ളിയുടെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണ്. പാറപ്പള്ളീൻ്റെ മെയിൻ പള്ളി അപ്പുറം ഉണ്ട്, പക്ഷേ ഈ പള്ളി അടച്ചിട്ട പള്ളിയാണ്. ഇവിടെ കാണുന്ന പള്ളി കാണുന്നുണ്ടോ, ആ പള്ളി അടച്ചിട്ട പള്ളിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ തിര കാണുന്നുണ്ടോ, അവിടെ ഓരോരുത്തർ അങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. ഈ തിരേൻ്റെ തൊട്ടിപ്പുറം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒരു കടലിൻ്റെ ഒരു സൈഡിൽ ഒരു സ്ഥലത്ത് മാത്രം തിരയില്ല എന്ന് പറയുന്ന ഒരു ലോകത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ഇവിടെ എല്ലാം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഈ പുറത്തെ സൈഡിൽ ഒരു തിരേൻ്റെ ഒരു ശബ്ദമില്ല. പണ്ട് ഇവിടെ അന്ന് നങ്കൂരമിട്ട കപ്പൽ പിന്നെ അടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട്, മഴക്കാലമായതുകൊണ്ടോ അല്ലാത്തപ്പോൾ അറിയില്ല, വെള്ളത്തിൻ്റെ ഒഴുക്ക് കൊണ്ടോ അറിയില്ല, അന്ന് കപ്പൽ നങ്കൂരമിടാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ എങ്ങനെയല്ലോ ഇറങ്ങിയതിന് ശേഷം അന്ന് ഇവിടെ വന്ന് പിന്നെ ഇവിടുത്തെ ബദരീങ്ങളിൽപ്പെട്ട ഒരാളെ ഖബറാന്ന് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ തമീമുൽ അൻസാരിയുടെ. അതുപോലെ മാലിക് ദിനാറിൽപ്പെട്ട ആളുകളുടെ ഖബറും ഇവിടെ മറമാടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ അപ്പുറത്തുള്ള തിരേൻ്റെ കാണുന്നുണ്ട്, ചെറിയൊരു തിര അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ അവിടെ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ അടിയിൽ. അപ്പോൾ അവിടെ ഒക്കെ തിരക്ക് ഒരു ശബ്ദമില്ല. ഇപ്പുറം തിരക്ക് ശബ്ദമുണ്ട്, ഇപ്പുറ സൈഡിലൊക്കെ തിരക്ക് ശബ്ദമുണ്ട്, പക്ഷേ ഇപ്പുറം തിരക്ക് ശബ്ദമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അന്ന് ഇറങ്ങിയതിന് ശേഷം അവർ പറഞ്ഞു വെച്ചാൽ ഇവിടെ തിര നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ തിര ഇല്ലാണ്ടായത് എന്നാണ് പറയുന്നിട്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയാണ്, നമുക്ക് കാണേണ്ട ഒരു അത്ഭുതം തന്നെയാണ്. നിരവധി ആളുകൾ ഇവിടെ നിത്യസന്ദർശകരായിട്ട് വരുന്നുണ്ടെങ്കിലും പിന്നെ ഇവിടെ എല്ലാ വർഷവും ഉറൂസ് എന്നുള്ള രീതിയിൽ ഇവിടെ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഒരു സംഗതി കൂടിയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ ഏകദേശം ഒരു 10,000-4,000 ആൾക്കാർ ഏകദേശം ഇവിടെ വരികയും ഉറൂസിൽ പങ്കെടുക്കുകയും ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരുപാട് ഭയങ്കര 2 ദിവസം 3 ദിവസത്തെ ആഘോഷങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലാണ് തമീമുൽ അൻസാരിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്ത് ഏകദേശം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 12ഓളം മാലിക് ദിനാറിൽപ്പെട്ട ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ വിശ്വാസയോഗ്യമായിട്ട് ഇവിടെ ഉറൂസിൻ്റെ സമയത്ത് വന്നപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണിത്. ഒരുപാട് പരിപാടികൾ ഇവിടെ സലാത്ത് അതേപോലെ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ദ്വാ സമ്മേളനവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഉറൂസിൻ്റെ സമയത്തുള്ള ഒരു കാഴ്ചയാണിത്. ഉറൂസിന് പങ്കെടുക്കുന്ന ആളുകളാണ്. ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് അപ്പുറത്ത് തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ വരുന്നവർക്ക് ആൾക്കാർക്കെല്ലാം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൻ്റെ സലാത്തും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ പാറപ്പള്ളിയുടെ ചരിത്രം വെച്ചാൽ പിന്നെ പല പള്ളികളിലും പലതായ രീതിയിലുള്ള ചരിത്രങ്ങളും കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അറബ് സംഘം, അതായത് മാലിക് ദിനാറിൽപ്പെട്ട 10 പുരുഷന്മാരും 5 സ്ത്രീകളും അടങ്ങിയ ഒരു കുടുംബം ഈ പാറപ്പള്ളിയുടെ മുകളിൽ വന്ന് പാറപ്പള്ളി എന്നല്ല കുന്നിന് മുകളിൽ വന്ന് താമസിച്ച് അങ്ങനെ നാടുവാഴികളിൽപ്പെട്ട ഒരാളെ മകളെ പാമ്പ് കടിച്ചു ബോധരഹിതമായി. അങ്ങനെ വിഷമരൊക്കെ എല്ലാവിധ ചികിത്സയും ചെയ്തുവെങ്കിലും പിന്നെ ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെയാണ് കുന്നിന് മുകളിൽ താമസിച്ചിരുന്ന മുസ്ലിം സംഘത്തെക്കുറിച്ച് ഈ അറബ് വംശത്തെക്കുറിച്ച് അറിയുന്നത്. അവരുടെ അടുക്കൽ രാജാവിൻ്റെ അടുക്കൽ വന്ന് ആളുകളെത്തി. അങ്ങനെ ഈ സംഘം ഹാഫിളുകളായ ആ സംഘം താഴെ ഇറങ്ങി കുട്ടിയെ ചികിത്സിച്ചു, ബോധം തിരിച്ചു കിട്ടി. അങ്ങനെ അതിന് ശേഷം ഇവിടെ ആ നാടുവായി കൊടുത്ത സ്ഥലത്താണ് പാറപ്പള്ളിയും
പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ട് പിന്നെ ഉണ്ടായത് എന്നെല്ലാം പറയുന്നുണ്ട്. ഈ കൊല്ലത്ത് പിന്നെ ശരിക്കും കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പള്ളികളാണ്. അവിടുന്ന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ മക്കയിലെ വിശുദ്ധ കഅബയുടെ മാതൃകയിലാണ് പാറപ്പള്ളിയുടെ ഒരു നിർമ്മാണവും കാര്യങ്ങളെല്ലാം. ഇത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിൽ നിന്ന് ഏകദേശം കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പാറപ്പള്ളി കടപ്പുറത്തെത്തും. അവിടെ നിന്ന് കയറുകയും ചെയ്യാം. ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നായിട്ട് നിങ്ങൾക്ക് പാറപ്പള്ളീൻ്റെ ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉറൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു, തിങ്ങി നിറഞ്ഞ സദസ്സുകളായിരുന്നു. അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ, പാറപ്പള്ളിയുടെ ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത ഏകദേശം ഈ പള്ളിയിൽ 40 ദിവസം താമസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിലുള്ളത്. അദ്ദേഹത്തിൻ്റെ യാത്രാരേഖയിലൊക്കെ എഴുതി വെച്ചത് കാണാം. അപ്പം പാറപ്പള്ളി വീഡിയോയുടെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.